ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ വില്ലേജിലെ മലയിഞ്ചിയിലും പരിസര പ്രദേശത്തും കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. കാട്ടാനകൾ ആളുകളുടെ കൃഷിയും വീടും നശിപ്പിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ 7/12/2025 രാവിലെ 11-ന് ആൽക്കൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധരണിയും നടത്തി. വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുത്ത ധരണയിൽ അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭയുടെ പ്രസിഡന്റ് ശ്രീ KB ശങ്കരൻ, ജനറൽ സെക്രട്ടറി ശ്രീ PK ശശി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി TI ലീല എന്നിവർ പങ്കെടുത്തു. ശ്രീ PK ശശിയുടെ വാക്കുകളിലേക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മുഖത്ത് വലിയൊരു ഭീതി നമുക്ക് കാണാം. വർഷങ്ങളായിട്ട് ജനിച്ച് ജീവിച്ച് വന്ന ഒരു പ്രദേശത്ത് നിന്നും പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ഇത്രയ്ക്ക് രൂക്ഷമായത്. എന്റെ അഭിപ്രായത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് പിന്നിൽ വലിയ 1-2 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്ന ഫണ്ടാണ്. കാർബൺ ഫണ്ട് എന്ന രീതിയിൽ ഒരൊറ്റ പദ്ധതിയുടെ കീഴിൽ രാജ്യത്ത് വരുന്നത്. അപ്പൊ ഫണ്ട് ലഭിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടിലെ വനത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 2018 നടന്ന സംഭവം പറയാം. പട്ടികവർഗ മേഖലയില് അവരുടെ കൃഷിയിടങ്ങളിൽ വനവൽക്കരണം നടത്തുന്ന അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതി വളരെ ശക്തമായിട്ടുള്ള എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് കഞ്ഞിക്കുഴി മേഖലകളിലൊക്കെ കുടിയിറക്കുണ്ടായി. അതും ജനരോഷം ഭയന്ന് തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് ഒരു പദ്ധതിയായിട്ട് വന്നു റീബിൽഡ് കേരള. നമ്മുടെ സ്ഥലം ചെറിയ തുകയ്ക്ക് വാങ്ങി അവരെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന രീതി. മനയത്തടം, കൈരപ്പാറ പോലെയുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയാം ഈ മനയത്തടത്ത് 84 കുടുംബങ്ങളുണ്ടായിരുന്നു. അതിനെ ഇപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. ഇനി നമ്മളെ പോലുള്ളവർക്ക് 5 പൈസ പോലും കിട്ടാതെ നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടണമെങ്കിൽ ഇനി ജനങ്ങൾ അത് സംഘടിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകത്തുള്ളൂ. അഖില തിരുവിതാംകൂർ മലയരയ മഹാസഭയുടെ എല്ലാവിധ പിന്തുണയും ഈ സമര പരിപാടിക്ക് നൽകുകയാണ്. ഈ സമരം നമ്മുടെ ഈ ജില്ലയിലുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടെ കൊണ്ട് നമുക്ക് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും അടുത്തത് നമുക്ക് മുട്ടത്ത് റേഞ്ച് ഓഫീസറുടെ ആ ഓഫീസിന്റെ മുന്നിൽ സമരം നടത്തണം. അതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് വരെയുള്ള സമര പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് ഇതിനൊരു ശക്തമായ പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. ഇനി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമം നിർമ്മിക്കുന്ന നിയമസഭയിലെ ആളുകളെ, MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും ഒക്കെ വഴിയിൽ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. മലയിഞ്ചിയിലെയും പരിസര പ്രദേശത്തെയും കാട്ടാന ശല്യത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെയും സമര പോരാട്ടങ്ങൾ തുടരുമെന്നും പ്രഖ്യാപനം നടന്നു. പ്രതിഷേധ മാർച്ചിലും ധരണിയിലും വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും പങ്കെടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചു.